പഠിക്കുന്ന കുട്ടികള് 2030 എത്ര വർഷം കൂടെയുണ്ട്? ഞാൻ 10 കൊല്ലം മുമ്പാ ചോദിച്ചേ. അപ്പോൾ 2030 എന്തായിരിക്കും ഉത്തരവാദിത്വം ചോദിച്ചപ്പോ തലച്ചോറിന്റെ 2 വശം ഒരേപോലെ പ്രവർത്തിപ്പിച്ച സയന്റിസ്റ്റ്, പഠിക്കാൻ കാശില്ലാതെ രാമേശ്വരത്തെ കളക്ടീരത്തോടെ കടവിട്ട് നടന്ന പയ്യൻ ഈ പാലായിരത്തിലെ പോയിട്ടുണ്ട്. പട്ടണക്കാലത്തേക്ക് പോയതാണ്. അത്രയും വലിയ സയന്റിസ്റ്റ് എന്നോട് പറഞ്ഞു, now you are a student in 20th സ്കൂളിൽ വരുന്നതെന്ന് ചോദിച്ചാൽ പഠിക്കാൻ നല്ല ഒന്നാം സൗകര്യം, എന്നിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഇനി ഓരോന്നും കാണിക്കാതെ ഇത് എഴുതിയിരിക്കുന്നതൊക്കെ നിങ്ങൾ വായിച്ചു. നിങ്ങൾ നിസ്സാരക്കാരല്ല, 8ാം ക്ലാസ് 9ാം ക്ലാസ്സും കുട്ടികളാണ്, ടീനേജ് പ്രായത്തിലുള്ളവരാണ്. അതുകൊണ്ട് സ്പീഡിൽ പറഞ്ഞു പോകും. ഇത് നമ്മുടെ ഇന്ത്യ, നമ്മുടെ സഹോദരങ്ങൾ 2 പേർക്ക് പഠിച്ച് 3 പേർക്ക് പഠിച്ച് 4 പേർക്ക് പഠിച്ച് 5 പേർക്ക് പഠിച്ച് ഇനി വിചാരിച്ചില്ല. കണ്ണ് കാണാമോ അല്ലേ, ബുദ്ധിയുള്ളതൊക്കെ അറിയാൻ വേണ്ടി റെഡി. ചില പിള്ളേരല്ലോ ടീച്ചർമാർ പറഞ്ഞു ഈ പ്രായത്തിന്റെ അടുത്തല്ല അഭിനയം നിർത്തില്ല. ഉക്രൈനിലും ഉഗാണ്ടയിലും അമേരിക്കയിലും ഉള്ള 13-14 വയസ്സുള്ള പിള്ളേർക്ക് വന്നിരിക്കുന്ന മാറ്റമേ നിങ്ങൾക്കും വന്നിട്ടുണ്ട്. കുഞ്ഞിനീശയൊക്കെ എടുത്ത് തുടങ്ങുന്നു. അന്നേരം നാളായി പറഞ്ഞു ചിലവർക്ക് കഴിഞ്ഞപ്പോ ഇങ്ങനെ കൈ വെച്ചിരുന്നു. അത് മീശ ഉണ്ടായതാണ്. അന്നേരം മീശ ഉണ്ടാവും. സ്വരമാകും ഇല്ലേ? നമ്മുടെ കളിക്കാൻ വിടുന്നതും പഠിക്കുന്നതും എല്ലാവരും സന്തോഷിക്കുന്ന വേണ്ടിയാണ്. ചില ഗെയിം കളിച്ച് സ്ട്രെസ് കൂടി വേറെ വേണ്ടാതാവുകയും ചെയ്യുക. ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഞങ്ങൾ ബന്ധമില്ല, ഞങ്ങളെല്ലാം ഒന്നാണ്. നിങ്ങൾ സോഷ്യൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ചിരിക്കുന്ന പോലെ ചിരിക്കാൻ ഇഷ്ടമുള്ള കഴിക്കുകയെ പ്രതിസ്ഥാന ഫോട്ടോ എടുത്ത് സ്വന്തം സ്കൂളിൽ ചിരിക്കാൻ ഇഷ്ടമുള്ള അസുഖം വന്ന് ഭയങ്കര പ്രശ്നം. നമ്മൾ ഈ നീച്ചിലാറ് ഇതൊക്കെ അടുത്തൂടെ പോകുന്നുണ്ട്. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മീനിച്ചിലാറിന്റെ അവിടെ ഒരു പള്ളക്കകത്ത് കോഴിയുടെ വേസ്റ്റ് ആരെ വണ്ടിക്ക് കൊണ്ടുവന്ന് വെറുതെ പോയാണ്. NSSന്റെ പ്രോഗ്രാം ഓഫീസിലും ഞങ്ങൾ അധ്യാപകർ കാസർഗോഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. പാലക്കാട് 2-3 പേരുണ്ട്. എല്ലാവരും കൂടി ആ വേസ്റ്റ് തന്നെ അവിടുന്നാണ് നമ്മൾ ധാന്യങ്ങളെ കുറിച്ച് വിളിക്കുന്നത്. ഭയങ്കര രുചിയാണ്. ആകെ രാത്രി കൊണ്ടുവന്ന് വേസ്റ്റ് ഒന്നുകൂടെ ശാസ്ത്രത്തിൽ ഈ ഒരു ഓക്സിജൻ ഉണ്ടല്ലോ, ശുദ്ധവായു പിടിക്കണം, പല്ല് മറന്ന് നാളെ പിടിക്കണം. അത്രയും സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന അവയവം. ചില പിള്ളേരുണ്ട് പറയുന്നത്, ചില പിള്ളേരുണ്ട് നുണ പറയുന്നത്, ചില പിള്ളേരുണ്ട് ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുന്നു. ഞാൻ കേൾക്കാറുണ്ട്. ചോദിച്ചു പാത്രത്തിൽ വെച്ച് കഴിയുമ്പോ ഞാൻ എന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ കണ്ടു ഈ സാധാരണ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാം പോകുമ്പോ ബാത്റൂമിലോട്ട് പോകുമ്പോ എത്ര വിളിച്ചതാ. പിന്നെ ഞാൻ ഒന്ന് വൈകിട്ട് പറയണം. ഞാനോട് എന്നെ വിളിച്ചത് മനസ്സിലായോ? ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട വലിയ പരീക്ഷിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ദേശീയഗാനം പാടുമ്പോണ്ടല്ലോ അക്കൽസിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഡിസിപ്ലിൻ. ദേശീയഗാനം പാടുമ്പോൾ വായു വളരെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അറ്റൻഷൻ ഉണ്ടാവും. ഇല്ല, ദേശീയഗാനം പാടുമ്പോൾ അറ്റൻഷന് നിൽക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമാണ്. അവിടെ സ്ത്രീകളുടെ എന്റെ കുഞ്ഞന്മാരോട് എനിക്ക് പറയാനുള്ളത്,
നമ്മുടെ വീട് എല്ലാവർക്കും ഇഷ്ടമാണ്. വീട്ടിൽ അപ്പായുണ്ട്, അമ്മയുണ്ട്. ചിലപ്പോൾ ചിലവരുടെ അപ്പായമ്മ മരിച്ചു പോയിട്ടുണ്ടാവും. ആണെങ്കിലും അപ്പായമ്മയുണ്ട്. അതിന്റെ മൂന്നാമത്തെ ഘട്ടമാണ് കുട്ടികൾ. അതിനകത്ത് കാര്യം എഴുതിയിരിക്കുന്നതാണ് ലവ് പേരൻസ്, ഒബേ പേരൻസ്. ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ കൈ നോക്കാട്ടെ, കൈ നോക്കി. റെഡി, കൈ കാര്യം. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആഗ്രഹമുള്ള കൈ നോക്കി. കൈ കാര്യം. മരുന്ന് പറഞ്ഞു തരാൻ പോവാണ്. മരുന്ന് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മരുന്ന് പറഞ്ഞു തരാൻ പോകുന്നു. മരുന്നിനാണ് മാതാപിതാ ഗുരു ദൈവം. ഈ മരുന്ന് ശ്രദ്ധിച്ച് കേട്ടാണ്, ചുമ്മാ എളുപ്പമുള്ളതല്ല. ഈ ഭൂമിയിലെ അപ്പനെ അമ്മയും ഗുരുക്കന്മാരെ ഹൃദയത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ദൈവാനുഗ്രഹമുണ്ടോ? ഇന്ന് അലക്ഷ്യമുണ്ടെങ്കിൽ ഈ മരുന്ന് കൃത്യമായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടാണ്. എന്റെ അധ്യാപകനാണ് ബാബു സാർ. എന്നെ ഹിന്ദി പഠിപ്പിച്ച ബാബു സാർ ഇല്ലേ? ഇപ്പൊ അവിടെ പഠിപ്പിക്കുന്നതിൽ ബാബു സാർ എന്റെ അധ്യാപകനാണ്. ഈ സ്കൂളിൽ ഇതേ ക്ലാസ്സിൽ ഇവിടെ ഇരുന്നാണ്. ആ സ്റ്റാഫ് റൂമിൽ നിന്ന് 3-4 കൊല്ലം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ റൂമിൽ നിന്ന് ഞാൻ തല മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നെങ്കിൽ എന്റെ അധ്യാപകനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചുകൊണ്ടാണ്. ഞാൻ ഇന്ന് വരെ ഒരു അധ്യാപകൻ വന്ന് ഇപ്പോഴും ഞാൻ ബാബു സാറിനെ കണ്ടു. സാറെ പ്രാർത്ഥിക്കണം. അപ്പൊ സാർ കഴിഞ്ഞ് കാണിച്ചു മിടുക്കനായിട്ട് പോവാ. ആ അനുഗ്രഹം മതി നമ്മൾ രക്ഷപ്പെടാൻ. ഫോളോമി. ആരാണ് വഴക്ക് പറയുന്നത്? നിശാല ആരൊക്കെ ഇതിനെ വഴക്ക് പറയുന്നത്? വെരി ഗുഡ്. നിശാല എന്ന ചോദ്യം, ഈ ടൗണിൽ ബസ് കയറാൻ വേണ്ടി പോകുമ്പോ ഏതെങ്കിലും പരിചയമില്ലാത്ത വഴക്ക് പറയാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് വഴക്ക് പറയാത്തത്? അവർക്ക് നിന്നോട് ഇഷ്ടമില്ല. ആരാണ് വഴക്ക് പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാണ് വഴക്ക് പറയുന്നത്. ഞാൻ എന്റെ വീട്ടിൽ എന്റെ പിള്ളേർക്ക് നല്ലതാണ്. ഇഷ്ടമുള്ളതാണ് നല്ലത്. സാർ വഴക്ക് പറയുന്നത് ഇഷ്ടമുള്ളതാണ്. നിങ്ങളുടെ വഴക്ക് പറയുന്നത് സാർ വഴക്ക് പറയും, ചേട്ടന് വഴക്ക് പറയാം അല്ലേ? ഇഷ്ടമുള്ളവരെ വഴക്ക് പറയുന്നത്, ടീച്ചർ വഴക്ക് പറയുന്നത്. ഭക്ഷണം കഴിക്കില്ല. അതിന്റെ വീട്ടിൽ 3 ഇഡ്ഡലി വെച്ചിട്ടുണ്ട്. 3 കുഞ്ഞുങ്ങളുണ്ടല്ലോ. 2 കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, ഒരു സാധനം വലിച്ചെറിയാൻ പാടില്ല. കുഞ്ഞു വെച്ചാണ് ചിലപ്പോ ആ കുട്ടിയുണ്ടല്ലോ ഒറ്റ പൂ പോലെ പിന്നെ നിലത്ത് തന്നെ വരുമോ? ഇല്ല. ഞാൻ നേരെ എതിർക്കിലേക്ക് കുട്ടിന്റെ താഴെ 2 പോകുന്നത്. ഇന്നലെ അവിടെ വന്നിട്ടായിരിക്കും. എന്നിട്ട് അറിയോ കുരിശ് വെക്കാൻ ഇരുന്നപ്പോണ്ടല്ലോ മൂത്തയാള് 6 വയസ്സേ ആയിരുന്നു. കുഞ്ഞു വെച്ചിട്ട് ഒറ്റ ഒരു തുണി കൊച്ചിന് നല്ല കാര്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ചിന്തിക്കണം. അതിനങ്ങനെ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോ അയാൾ ചിന്തിച്ചു അതെല്ലാം മുകളിലോട്ട് പോകാതെ താഴോട്ട് പോകുന്നേ. അതിന്റെ ബാക്കിയാണ് ഗുരുത്വാകർഷണ ബലം. 8-ലും 9-ലും പഠിക്കുന്ന 13-14 വയസ്സുള്ള ആമ്പിള്ളേര് ഒന്ന് ചിന്തിച്ചാലാണല്ലോ, ഉണർന്ന് പ്രവർത്തിച്ചാണല്ലോ നമ്മുടെ രാജ്യം ഡെവലപ്ഡാണ്. അതിനെ വലുതായിരിക്കാൻ ഡ്രഗ്സിന് ഒരുക്കിക്കൊണ്ടിരിക്കുക. അത് ചൂയിങ്കത്തെ തുടങ്ങും. ചാവച്ച് ഇങ്ങനെ ഇരിക്കും. അതിനുശേഷം ആവേലെ രുചിയും ഇതെല്ലാം പോയി കഴിയുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് കയറും. ഞാൻ കാണിച്ചു തരാം നിങ്ങളോട്. പാലായിരം ഒരു 3 കുട്ടികൾ ഇപ്പോ ജൂനിയർ ഹോമില് ട്രീറ്റ്മെന്റിന് പോകുന്നുണ്ട്. എന്തിനാണെന്നറിയാം? തിരിച്ചുപള്ളിക്കാരെ വെച്ചൊരു ചേട്ടൻ കൊടുത്തതാ. എടാ ആ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ചെല്ലുമ്പോൾ ഒരു വെള്ളം എടുക്കട്ടെ ചേട്ടൻ കാണും. ആ ചേട്ടനെ കുതി കൊടുത്തേക്കാൻ പറഞ്ഞുകൊണ്ട് മേടിച്ചോണ്ട് പോകുന്നത്. ഈ ആശുപത്രിപ്പടി വന്നപ്പോൾ പോലീസ് ചെക്കിങ് ചെയ്തു. അവന്റെ കയ്യിൽ കഞ്ചാവാണ്. 8-ലും 9-ലും പഠിക്കുന്ന 3 കുട്ടികൾ ഇപ്പോൾ അയക്കുന്നല്ലേ സാർ? അയക്കുന്നോ തിരുവഞ്ചൂരുള്ള ജൂനിയർ ഹോമിലുണ്ട്. അറിയത്തില്ല ഈ ടീം ക്ലബ് എന്തിനാണെന്നറിയാം പരിപാടി വെച്ചിരിക്കുന്നത്. പറഞ്ഞു കൊടുക്കും ചെവിയുള്ളൊരു പേര്. അത് പറഞ്ഞു തരികയാണ്. അറിയത്തില്ല. ആരുടെയും ദേഹത്ത് അനാവശ്യമായിട്ട് തൊടാൻ പാടില്ല. പരിചയമില്ലാത്ത ഒരാൾ സാധനം തന്നു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോവാണ്, സ്കൂളിൽ പോവാണ്, 8ാം ക്ലാസ്സിലെ കൊച്ചാണ്, 9ാം ക്ലാസ്സിലെ കൊച്ചാണ്, പഠിക്കാനോ വരുന്നത് പഠിക്കാൻ. ഇവിടെ അതിന് ആദ്യം ചെയ്യേണ്ടതാണ്. ഇവിടെ പഠിക്കാൻ വരുമ്പോ എത്ര മണിക്കാണ് പറയുന്നത്? 9:30 9:45. എത്ര മണിക്കാണ് സാർ ഇവിടെ വളരെ സ്കൂളിലെ കുട്ടികളോട് പറഞ്ഞേക്കുന്നത്? 9:15 പറഞ്ഞെങ്കിൽ 9:15 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നല്ല ഫ്രഷായി നല്ല മിടുക്കനായിട്ട് വരുന്നു. ക്ലാസ്സിൽ കയറി ഇരിക്കുന്നു. ബാഗിൽ എടുത്ത് വെക്കുന്നു. ബാഗിൽ എടുത്ത് വെച്ചിട്ട് ടൈം ടേബിൾ പ്രകാരം കാര്യങ്ങൾ പഠിക്കുന്നു. അതിന്റെ ആവശ്യത്തിന് മിച്ച ആക്ടിവിറ്റീസ് നമുക്കുണ്ട്. അതിനകത്തല്ല ഇതോടെ
എത്ര പേരുണ്ട് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്നവരുന്ന് കേട്ടാതിരിക്കും. ഇന്ന് സമയം കിട്ടിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാത്തത് കേൾക്കുകയും ഒരു കുഴപ്പമില്ല, സത്യം പറയണം, അതാണ് നമ്മുടെ ആവശ്യം. കേട്ടാതിരിക്കും, നോ പ്രോബ്ലം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ നിങ്ങൾ സ്കൂളിലേക്ക് വന്നാൽ ബ്രെയിൻ ഫുഡാണ് പിന്നെ നമ്മുടെ പഠനത്തെ ദോഷകരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഞാൻ ഈ രണ്ടാമത്തെ സെന്റൻസ് പറയാൻ കാരണത്തിലുള്ളൂ, നിന്റെ ഹാബിറ്റ്സ് നല്ലതാണ്. നടുവ് തോന്നിരുന്ന് ഇനി ഹെഡ്മാസ്റ്ററുടെ മുറിയിലേക്ക് കയറുമ്പോ എന്ന് ചോദിച്ചിട്ട് കയറാൻ നമുക്ക് പറ്റണം. ഇൻസൾട്ട് ചെയ്യാൻ, ഷർട്ടൊക്കെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി റൂൾസ് തന്നിട്ടുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നടക്കാൻ നമുക്ക് പറ്റണം. ഹാബിറ്റ്സ് ദാറ്റ് വിൽ ചേഞ്ച് യുവർ ഫ്യൂച്ചർ. അതിനാണ് ഈ ടീൻസ് ക്ലബ്ബ് പരിപാടികൾ വെച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക. ആമയുടെ മോയിന്റെ കഥയിൽ ആരാ ജയിച്ചേ? എന്തുകൊണ്ട് മോയിനെ തോറ്റു? എന്തോ ഉറങ്ങിപ്പോയി. മെഡിക്കൽ ഉറങ്ങാൻ കാരണമല്ല, ആമയുടെ ആത്മവിശ്വാസം. നീ പ്രശോഭനത്തിന് കൈയടി കൊടുത്തേ. പറഞ്ഞ മനസ്സിലാണ് ആമയുടെ മോയിന്റെ കഥയിൽ ആമ ജയിക്കാൻ കാരണം മത്സരത്തെ മത്സരമായിട്ട് കാണും. ഇവിടെ ഇരിക്കുന്ന ചില കുട്ടികൾക്ക് ഇംഗ്ലീഷ് പാടാൻ സോഡ ചോറുണ്ണാൻ വേണ്ടി പത്രം തന്നതാണ്. നിങ്ങൾ നല്ല മെഡിക്കലായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കാര്യം പഠിപ്പിക്കാം. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് പറയണം, ഇന്ന് 11:30 തൊട്ട് 12:30 വരെ ഒരു സാർ വന്ന് ക്ലാസ് എടുത്തു, നടുവ് തോന്നിരിക്കാൻ പഠിപ്പിച്ചു. ഞാൻ 3 കാര്യം പറയുന്നുള്ളൂ. നടുവ് തോന്നിരിക്കണം, ആംഗച്ചായി വളരണം, പേഴ്സണൽ ഹൈജീൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. വൃത്തിയുള്ള അണ്ടർഗാർമെന്റ്സ് ധരിക്കണം, നല്ല തലമുടി വെട്ടി കുളിച്ചത് മെനയായിട്ട് ഭംഗിയായിട്ട് കണ്ടാ തോന്നനെ വെട്ടിലൊപ്പതിൽ പഠിക്കുന്ന 14, 13, 14 വയസ്സുള്ള ആൺകൊച്ചാണ്. കാലാട്ടാതിരിക്കുന്ന പൊതുവേദി കാലാട്ടാതിരിക്കുക. ഞാൻ ആ കുഞ്ഞു പുസ്തകം സമ്മാനമായിട്ട് തരാൻ വേണ്ടിയ സാർ ഞാൻ ഇപ്പം തരാതെ കാരണം ഹോംവർക്ക് ഞാൻ തരും. ഈ കുഞ്ഞു ബുക്ക് ഞാൻ തരും. തന്നതിന് ശേഷം നിങ്ങൾ അതിന്റെ മുകളിൽ പേരെഴുതി സൂക്ഷിക്കും. അത് 10 രൂപ വിലയുള്ള പുസ്തകമാണ്. ഞാൻ നിങ്ങൾക്ക് എന്റെ സ്കൂളിലെ പിള്ളേർക്ക് ഞാൻ തരുവാണ്. ഫ്രീ ഒന്നുമല്ല. അത് നമുക്ക് പേരൻസിനോട് നമുക്ക് പിന്നെ മേടിക്കാൻ പറ്റാത്ത സാധനം. ഈ നാളത്തെ ഹോംവർക്ക് ഇതാണ്. ഈ പുസ്തകം കൊണ്ടുപോയി ഇന്ന് വീട്ടിൽ കൊണ്ടുപോയി വായിച്ചിട്ട് ഒരു കടലാസയുണ്ട്. ഈ ബുക്ക് വായിച്ചപ്പോൾ എന്ത് മനസ്സിലായി എന്ന് അതാത് ക്ലാസ് ടീച്ചേഴ്സിനെ നാളെ ഏൽപ്പിക്കണം. അവർക്കേ ഒഴിവുണ്ടോ സാറേ അറ്റൻഡൻസ് ഒന്ന് ഓർത്തേ. നമ്മൾ ഈ പ്രസംഗം കേട്ടിട്ട് പോയാൽ വരാം. അത് സാറ് കളക്ട് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്ത് ഈ ക്ലിപ്പിന്റെ റിപ്പോർട്ടായിട്ട് കുഞ്ഞു പുസ്തകം വായിച്ചിട്ട് പറഞ്ഞ മനസ്സിലാക്കി ഈ ചിത്രം ശ്രദ്ധിച്ചു കേട്ടാണ്. മൊബൈലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ ചിത്രം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഒരു സൈഡിൽ നല്ല നോർമൽ ആയിട്ട് കയറുകയാണ്. നെറ്റിൽ കൂടെ കയറി കഴിഞ്ഞ് നെറ്റ് അല്ല ഇന്റർനെറ്റിൽ കയറി കഴിഞ്ഞ് കാണേണ്ടതും കാണേണ്ടാത്തതും കണ്ട് മൃഗമായിട്ട് മാറുകയാണ്. മൃഗം മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ചിന്തിക്കാനുള്ള ശേഷിയാണ്. എന്റെ മക്കളെ കണ്ടോ? 3 എത്ര ക്ലാസ്സൊക്കെ ഇനി ശ്രദ്ധിച്ച് ഒന്ന് ശ്രദ്ധിച്ച്. അലക്സാണ്ടർ പറഞ്ഞു 1 എന്ന് പറഞ്ഞാൽ എത്ര ഭാഷ, 2 എന്ന് പറഞ്ഞാൽ എത്രയാ, 3 എന്ന് പറഞ്ഞാൽ എത്രയാ? ഇന്റേണലൈസ് ചെയ്യണം. നമ്മൾ ആൾമാരെ ടീച്ചർമാർ പഠിപ്പിക്കുന്നൊന്ന് ശ്രദ്ധിച്ച് കേട്ടേ. അവരെ നല്ല രീതിയിൽ ഫിസിക്സും കെമിസ്ട്രിയും ഹിന്ദിയും മലയാളവും കണക്കും എല്ലാം പഠിപ്പിക്കും. മനസ്സിലായില്ലെങ്കിൽ എത്ര പ്രാവശ്യം വേണേലും പറഞ്ഞു തരാൻ നമ്മൾ റെഡിയാണ്. എല്ലാവരും സംശയമില്ല. എന്നിട്ട് യാരും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ചോദിക്കുമ്പോൾ കിട്ടിക്കഴിയുമ്പോൾ എത്ര പ്രാവശ്യം വേണേലും എപ്പം വേണേലും സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാൻ വേണ്ടി എപ്പം വേണേലും ചോദിക്കാൻ വേണ്ടി സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെച്ച് കഴിയുമ്പോഴല്ലോ ടീച്ചേഴ്സ് എല്ലാ പരിപാടിയും നിർത്തി നേരത്തെ വരുമ്പോഴല്ലോ പിള്ളേര് താമസിക്കും. ചീത്തയാണ്. അത് ഞാൻ പറഞ്ഞു തരുന്നു. നടുന്ന് പറഞ്ഞിട്ട് മത്സരം ആരംഭിക്കുന്നു. 1, 2, 3
ഞാൻ ശ്രദ്ധിച്ച കുസൃതിയല്ല. ഒരു ഗ്ലാസ് പാലിനകത്തോട്ട് ഒരു തുള്ളി മഷ വീണാൽ മതി, ആ പാല് കുടിക്കാൻ വെള്ളിയല്ല. സെന്റ് തോമസ് സ്കൂളിൽ ഒറ്റ ഒരുത്തം മതി കുട്ടികൾ കാണിക്കുന്നത്. ചിലർ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാ. സെന്റ് തോമസ് സ്കൂളില് എത്ര പിള്ളേരുണ്ട്? 1000 പിള്ളേരില്ലേ സാറേ? 900 പിള്ളേരുണ്ട്. ആ 900 പിള്ളേരുള്ളൂ. ഒറ്റ സിമ്പിൾ ആയിട്ട് ഞാൻ യോജിച്ച് പറയാം. പാല് അല്ലെ, കലോറി ഉണ്ട്, പാല് കുടിച്ചാൽ നല്ല മിടുക്കനാവും. ആ പാല് ഇങ്ങനെ എടുത്തോണ്ട് പോയി കഴിയുമ്പോഴില്ല എന്റെ കൊച്ചിന്റെ കയ്യിൽ വൃത്തിയുടെ കാണിച്ച വെങ്കട ചെയ്യലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അനാവശ്യമായിട്ട് ആരുടെ നേരത്തെ തൊടരുത്. ആ എന്ന് വെച്ച് വീണു അല്ലെ അവരുടെ കൈ മുറിഞ്ഞു, എവിടെയാ മുറിഞ്ഞ് തുടരുന്നതല്ല ഞാൻ പറഞ്ഞത്. അനാവശ്യമായിട്ട് ചിലവരുണ്ട് അലുമിനിയം കളിക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് കാണും, അല്ലെ ഓട്ടോയിൽ പോകുന്നിടത്ത് കാണും. കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് കരഞ്ഞോട്ട് വരിക. കരഞ്ഞോട്ട് വന്നതിന്റെ കാരണം എന്താണെന്നറിയോ? അവന് ഒരു ചേട്ടൻ എന്താ ഷേവ്